ഹായ് ഗായ്സ്, കാട്ടാൽ പുസ്തകമേള കാണാൻ പോയാലോ? അങ്ങനെ പോകണ്ടെന്ന് വിചാരിച്ച വയ്യാണ്ട് കിടക്കുമായിരുന്നു. അനിയത്തിമാരും എല്ലാവരും കൂടെ ഒന്ന് വിളിച്ചിട്ടാണ് നമ്മളിത് ആ പുസ്തകമേള കാണാൻ വന്നിരിക്കുന്നത്. കണ്ടല്ലോ, നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ വർഷവും ഉണ്ട്. ഈ വർഷം 22 മുതൽ 31 തീയതി വരെയാണ്. അതുപോലെ തുടക്ക ദിവസം രാവിലെ ഇന്ന് തുടക്ക ദിവസം തന്നെയാണ് നമ്മുടെ വേടം വരുന്നത്. അതുകൊണ്ടാണ് ഇവർ നിർബന്ധിച്ച് എന്നെയും കൂടെ വിളിച്ചിരിക്കുന്നത്. പിന്നെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതുവരെ വേടനെ കണ്ടിട്ടില്ല. അങ്ങനെ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ പിന്നെ കാണാതിരിക്കണ മോശമല്ലേ? അങ്ങനെ ഒരു 5 മിനിറ്റ് തന്നെ കഴിഞ്ഞിട്ട് നമുക്ക് പാടിയിട്ട് ഞാൻ പോകണം. താങ്ക് യു. പിന്നെ പറഞ്ഞ കാര്യം മറക്കരുത്. ഇവിടെയുള്ള എല്ലാവരും, എന്നെ കേൾക്കുന്ന എല്ലാവരും ഒരു പുസ്തകമെങ്കിലും ഇവിടെ നിന്ന് വാങ്ങുക. ഒരു പുസ്തകമെങ്കിലും വാങ്ങുക. ഇതിന്റെ കൂടെ അങ്ങനെ 2 പാട്ടാണ് ഗൈസ് പാടിയത്. ഇത്രയും അടുത്തുനിന്ന് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല ഗൈസ്. നമ്മളൊരു ഫുൾ ഷോക്കുള്ള സെറ്റപ്പ് ഒന്നായിട്ടില്ല വന്നാക്കണത്. ഞാനൊരു 3 പാട്ട് പാടിയിട്ട് എനിക്കിപ്പോ ഓടിയെത്താനുണ്ട്. അതുകൊണ്ട് നമ്മൾ പാട്ടൊക്കെ പാടിയിട്ട് പതുക്കെ ചില്ലായിട്ടിരിക്കാം. മക്കളെ റെഡിയല്ലേ? റെഡിയല്ലേ? നമ്മളെ പോണേ കടലമ്മ പോവാ. കടലമ്മ കരഞ്ഞല്ലേ പറ്റത്, കണ്ണീരല്ല മകളല്ലേ കട്ടത്, കരയല്ല കടലല്ലേ കണ്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ പോയട പോ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം, കിനാവ് കൊണ്ട് കെട്ടും കൊട്ടാരം, അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവും. ചെറിയ ഭൂമിയല്ലേ വിധിച്ചത് നമുക്ക്, ഉച്ചിക്കിറുക്കിൽ നീ ഉയരത്തിൽ കണക്ക്, ചെറിയ കൂത്താനും താമര കണക്ക്, ചോറ് പോലെ മണ്ണി ജീവിക്കാൻ നമുക്ക്. കഥന്റെ കഥയൊന്നും അറിയാത്ത കൂട്ടം, കുരങ്ങ് കരങ്ങളിലും പൂന്തോട്ടം, വയറ് നിറയ്ക്കാനല്ലേ നെട്ടോട്ടം, വലയിലൊതുങ്ങാത്ത പരലിൻ കൂട്ടം, കുരുവി കൂട്ടും പോലെ കൂട്ടിയുള്ള മുക്കത്തുട്ട്, കുതിര പോലെ പാഞ്ഞു വേണ്ടതെല്ലാം പുല്ലുകെട്ട്, കയറി വിട്ട കാള ജീവിതമോ ചെന്നിക്കെട്ട്, കണ്ണു മൂടി കെട്ടി ഉണ്ടാക്കുന്ന ഇരുട്ട്, കുതന്ത്രതന്ത്രമന്ത്രമൊന്നും കുടിച്ച് കള്ളമൊന്നും കുതന്ത്രതന്ത്രമന്ത്രമൊന്നും കുടിച്ച് കള്ളമൊന്നും കുതന്ത്രതന്ത്രമന്ത്രമൊന്നും അറിയില്ലല്ലോ, കുടിച്ച് കള്ളമൊന്നും പറയില്ലല്ലോ, കുതന്ത്രതന്ത്രമന്ത്രമൊന്നും അറിയില്ലല്ലോ, കുടിച്ച് കള്ളമൊന്നും പറയില്ലല്ലോ. ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പുസ്തകമേള ഒക്കെ അകത്തോട്ട് കയറി. ആ തുടക്കത്തിൽ തന്നെ കുറേ പുസ്തകങ്ങൾ വെച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട പുസ്തകമാണോ നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. എൻ്റെ മോളാണെങ്കിൽ ഒരു പാചകത്തിൻ്റെ ബുക്ക് എടുത്തിട്ട് അമ്മ ഇതെല്ലാം ഒന്ന് കുക്ക് ചെയ്ത് തരുമെന്നൊക്കെയാണ് ചോദിച്ചത്. പിന്നെ ഒരുപാട് ഐറ്റംസ് തന്നെ അവിടെ ഉണ്ടായിരുന്നു. കണ്ട വാച്ചസ് ആയിരുന്നാലും നിറയെ പെർഫ്യൂംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. കണ്ട പിന്നെയാണെങ്കിൽ വീട്ടിലെ സാധനങ്ങളായിരുന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ട എന്ത് ഐറ്റംസ് വേണമെങ്കിലും, ഫാൻസി ഐറ്റംസ്, അങ്ങനെ ഒരുപാട് നിരവധി ഐറ്റംസ് ഉണ്ട് ഗൈസ്. നമുക്ക് എന്ത് വേണോ വാങ്ങിക്കാം. പിന്നെയാണെങ്കിൽ ഗേൾസിൻ്റെ ഇയറിങ്സ് അല്ലേ, നല്ല നല്ല ജിംക്ക് കമ്മൽസ് ആവട്ടെ, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ മോക്കാണെങ്കിൽ ഇത് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അവൾക്ക് വേണ്ടിയിട്ട് ഇത് വാങ്ങിച്ചായിരുന്നു ഗൈസ്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? പിന്നെ ഗൈസ് അതോടൊപ്പം തന്നെ ഒരുപാട് മറ്റേ ഫ്ലവേഴ്സിൻ്റെ സീഡ്സൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ പഴയ നൊസ്റ്റാൾജിയല്ലേ കാര്യങ്ങൾ, അതായത്
പുളിമുട്ടായി, മിച്ചറുമുട്ടായി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് എല്ലാ വർഷവും ഉണ്ട്. അങ്ങനെ പ്രാവശ്യം അതുപോലെ എല്ലാം ഉണ്ട്. പിന്നെ അലുവകൾ നമ്മളെ കൊണ്ട് പറ്റുമ്പോഴേക്ക് നമ്മൾ വാങ്ങിച്ചായിരുന്നു ഗൈസ്. പിന്നെ അച്ചാർ കണ്ടപ്പോൾ തന്നെ വായിൽ വെള്ളം ഊറി ഗൈസ്, പക്ഷെ വാങ്ങിച്ചില്ല കേട്ടോ. പിന്നെ ഇവിടെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു കണ്ടോ, മറ്റേ DJ പ്രോഗ്രാംസ് കാര്യങ്ങൾ. നാളെ 8:30-ക്ക് DJ പ്രോഗ്രാംസ് ഉണ്ട്. ഇത് പിന്നെ പാട്ട് ഗാനമേള കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. പിന്നെ മോളാണെങ്കിൽ കുറേ നേരം കൊണ്ട് ചിന്നങ്ങോട്ടിരിക്കുന്നത്, അവൾക്ക് റൈഡിൽ കയറണം. ടിക്കറ്റ് എടുത്ത് 100 രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത്. ഞങ്ങളങ്ങനെ രണ്ട് റൈഡിൽ കയറി ഗൈസ്. നല്ല, അതായത് വയ്യായിരുന്നിട്ടും നല്ല പോലെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ റൈഡിലൊന്നും കയറാൻ ആൾക്കാരങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ, ആൾക്കാരില്ലായിരുന്നു. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ 10 മണി ആയതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ, പിന്നെ തുടക്ക ദിവസം ആയതുകൊണ്ടായിരിക്കും വലിയ തിരക്കില്ലായിരുന്നു കണ്ടാ. അങ്ങനെ ഈ റൈഡിലും കൂടെ നമ്മൾ കയറി, ഇങ്ങനെ രണ്ടിലും കയറിയായിരുന്നു ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു. ഈ റൈഡിൽ കയറുമ്പോഴത്തേക്ക് ബാലൻസ് ആവാനാണ് രണ്ടൊരു അനിയത്തിമാർ അപ്പുറത്തെ സൈഡ്, നമ്മളിവിടെ ആയിട്ടാണ് ഇരുന്നത്. കണ്ടാ നല്ല രസമുണ്ടായിരുന്നു അനലഞ്ഞാൽ. പക്ഷെ എല്ലാ വർഷവും ഞാൻ പേടിക്കും, പക്ഷെ ഇപ്രാവശ്യം ഞാൻ 2 റൈഡിൽ കയറിയിട്ട് ഞാൻ നന്നായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നില്ല കണ്ട. എന്നുവെച്ചാൽ ചെറിയൊരിതുണ്ടെങ്കിലും എന്ന് വെച്ചാൽ എന്തൊരു എല്ലാ വർഷവും നല്ല രീതിയിൽ പേടിക്കും. എപ്പോൾ കയറുന്നത് നല്ല പോലെ ഞാൻ പേടിക്കും. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ പേടിക്കേണ്ട ഗതിയൊന്നും വന്നിട്ടില്ല, വലുതായിട്ട് പേടിച്ചൊന്നുമില്ല. പിന്നെ ഇതാണ് എൻ്റെ കസിൻസ്, ഞാൻ പറഞ്ഞില്ല ഇവരെ കാരണമാണ് ഞാൻ വന്നത്. കാരണം ഇവർ വല്ലപ്പോഴാണ് ഈ 2 പിള്ളേർ വരുന്നത്, വാവച്ചിയും പാറും വരുന്നത്. കാരണം ഇവരെ കണ്ടാണ്, ഇവരെ കാരണമാണ് ഞാൻ വന്നത്. പിന്നെ നമ്മൾ നേരെ കാട്ടാക്കട KNDP, അവിടെ ആകുമ്പോൾ ഇപ്പോഴും 1 മണി വരുന്നതിൽ ഫുഡ് കാണും ഗൈസ്. അപ്പോൾ അവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പിന്നെ നേരെ എന്തോ ചെയ്തു വീട്ടിലോട്ട് പോയി. ഇതാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ ചെറിയ വീഡിയോസ് ഇടുന്നതായിരിക്കും ഗൈസ്. എങ്ങനെയുണ്ടായിരുന്നാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ് ഓൾ.